വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഇത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ പാർട്ട് നമ്പർ 2. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് പോയിന്റ് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ലാണ്. ഓക്കെ, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ടോപ്പിക്. ഇതിനേക്കാളും മുന്നേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചില കാര്യങ്ങളിലൂടെ വീണ്ടും പോവാം. ഞാനിവിടെ നിങ്ങൾ ഓൾറെഡി പഠിച്ച തിങ്സ് എഴുതിയിട്ടുണ്ട്. അതായത് ഇത് സെയിൽ നടക്കുമ്പോഴുള്ള എൻട്രി. ഓക്കെ, ഇത് ആരുടെ ബുക്കിലാണ്? സെല്ലറുടെ ബുക്കിൽ സെയിൽ നടക്കുമ്പോഴുള്ള എൻട്രി നിങ്ങൾക്കറിയാം. പിന്നെ സെയിലിന് പൈസ കിട്ടുന്നില്ല, പകരം ബിൽ റിസീവബിൾ കിട്ടുന്നു. ബിൽ റിസീവബിൾ കിട്ടുമ്പോൾ നമ്മുടെ സെല്ലറിന്റെ കയ്യിൽ പുതിയൊരു അസറ്റ് ബില്ല് വരുന്നു. പകരം നമ്മുടെ ബി എന്ന് പറയുന്ന ആള് ഇല്ലാണ്ടാകുന്നു. കാരണം ബി തരാനുള്ള പൈസക്ക് പകരമാണ് ആര് വരുന്നത്? ബിൽ റിസീവബിൾ ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ഇത് കിട്ടുമ്പോഴുള്ള എൻട്രി. ക്ലിയർ ആണേ? ഇത് നമ്മുടെ പർച്ചേസർ ബുക്കിൽ അതിന്റെ എൻട്രി. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്ലാസ്. ഇനി ഡിസ്കൗണ്ടിങ്. നമുക്കറിയാം ബില്ലിൽ ഡേറ്റ് ഉണ്ടാവും, അധികവും ബില്ലിലെ മെച്യൂരിറ്റി അധികവും. ഞാൻ പറയുന്നത് ഇത് തന്നെയാണെന്നല്ല, ഇറ്റ് ഇസ് 3 months പ്ലസ് 3 days ഗ്രേസ് ആണ് മെച്യൂരിറ്റി ഡേറ്റ് വരിക. അപ്പം ചില കേസസിൽ സെല്ലറിന് ഇത്രയും അങ്ങോട്ട് ഹോൾഡ് ചെയ്തിരിക്കാൻ പറ്റൂല. സെല്ലറിന് പെട്ടെന്ന് ക്യാഷിന് ആവശ്യം വരും. ഓക്കെ, ഈ ഒരു കേസ് എന്താ നമ്മൾ പഠിച്ചത്? മെച്യൂരിറ്റി ഡേറ്റ് വരെ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് മെച്യൂരിറ്റി ഡേറ്റ് ആയപ്പം നമ്മളെ പർച്ചേസറിന്റെ അടുത്ത് ബില്ല് കൊണ്ടുപോയി കൊടുത്ത് ക്യാഷ് വാങ്ങിക്കുന്നതാണ് ഫസ്റ്റ് പഠിച്ചത്. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് ഇത്രയും അങ്ങോട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അയാൾക്ക് 3 months ഇങ്ങനെ ബില്ലും വെച്ചിട്ട് പൈസ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ കേസിൽ ഇയാൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ആര്? സെല്ലർ. ആര്? ക്രെഡിറ്റർ. സെല്ലറും ക്രെഡിറ്ററും ഒരാളാണ്. സോ ഈ സെല്ലറും ക്രെഡിറ്ററിനും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇമ്മീഡിയറ്റ്ലി ഈ ഒരു സെല്ലറിന് പൈസ വേണമെങ്കിൽ ഇയാൾക്കിത് എൻകാഷ് ചെയ്യാം. ഈ ബില്ല് മാറ്റി ക്യാഷ് വാങ്ങിക്കാം. ഓക്കെ, എവിടെ പോയിട്ട്? ബാങ്കിൽ പോയിട്ട്. ഈ പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്കൗണ്ടിങ്. ഇമ്മീഡിയറ്റ്ലി ക്യാഷ് വേണം, 3 months അല്ലെങ്കിൽ ആ മെച്യൂരിറ്റി ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ സെല്ലറിന് പറ്റില്ല. സോ സെല്ലർ എന്ത് ചെയ്യും? ബാങ്കിൽ പോകുന്നു, ബില്ല് കൊടുക്കുന്നു, ക്യാഷ് വാങ്ങിക്കുന്നു. ഈ പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. ഫോർ എക്സാമ്പിൾ, ബില്ലിലെ എമൗണ്ട് 10,000 ആണെങ്കിൽ ഈ 10,000ന്റെ ബില്ലും എടുത്തിട്ട് നമ്മളെ സെല്ലർ ബാങ്കിൽ പോയാൽ ബാങ്ക് ഫുള്ളി 10,000 കൊടുക്കൂല. ബാങ്ക് അതിന് ഒരു ചാർജ് ഈടാക്കും. എന്തിന്? ഈ ഡിസ്കൗണ്ടിങ് ചെയ്ത് കൊടുക്കുന്നതിന്. ഓക്കെ, ഈ ചാർജ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ വിളിക്കും ഡിസ്കൗണ്ട്. ഈ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ബാങ്ക് പറയും, ഞാൻ 9,000 മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. പോട്ടെ, ഭയങ്കര നഷ്ടാക്കണ്ടല്ലോ സെല്ലറിനൊക്കെ. 9,500 നിങ്ങൾക്ക് ഞാൻ തരുള്ളൂ, 500 എനിക്ക് ഡിസ്കൗണ്ടിങ് ചാർജസ് ആയിട്ട് കിട്ടണം. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. ഇമീഡിയറ്റ്ലി ക്യാഷ് വേണം, ബാങ്കിൽ പോയിട്ട് എൻകാഷ് ചെയ്യുന്നു, ബാങ്ക് ഫുൾ എമൗണ്ട് കൊടുക്കൂല. ബാങ്ക് അതിന് എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയെ കൊടുക്കും. ഈ ഡിഡക്ട് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്കൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കൗണ്ടിങ്ങിൽ നിങ്ങൾ അറിയാനുള്ളത്. ഇനി ഞാൻ അതിന്റെ എൻട്രി എഴുതുന്നത് പറഞ്ഞു. അപ്പം ഇത് സെയിൽ നടന്നു. സെയിൽ നടന്നപ്പം ബില്ല് കിട്ടി, മെച്യൂരിറ്റി വരെ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ സെല്ലർ ഇതിനെ ആർക്ക് കൊടുത്തു? ഓക്കെ, എനിവേ ബില്ല് കൊടുക്കുന്നുണ്ട്. അപ്പൊ ബില്ല് പോണം. ബില്ല് ഇസ് എൻ അസറ്റ്. അസറ്റ് ഡിക്രീസ് ചെയ്യണം, അസറ്റ് പോണം. അതുകൊണ്ട് ഞാൻ അസറ്റിന് എന്തായാലും ഞാൻ എവിടെ ഡെബിറ്റ് ചെയ്യണം. പകരം എനിക്ക് ബാങ്കിൽ നിന്ന് ക്യാഷ്. സോ ക്യാഷ് ബാങ്കിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് എഴുതുക അല്ലെ? ബാങ്കിൽ നിന്ന് എത്രയാണ് കിട്ടിയ? 9,500. ആൻഡ് എന്റെ ബില്ലിന്റെ പൈസ എത്രയായിരുന്നു? 10,000. അപ്പൊ ഒരു 500 രൂപയുടെ ഇല്ലേ? ഈ 500 ഞാൻ എന്താ വിളിച്ചത്? ഡിസ്കൗണ്ട്. സോ ദിസ് ഈസ് യുവർ എൻട്രി ഫോർ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഇൻ ദ ബുക്ക് ഓഫ് സെല്ലർ. ഇതാണ് നമ്മുടെ എൻട്രി. എന്തിന്റെ എൻട്രി? ഡിസ്കൗണ്ടിങ്ങിന്റെ എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽ റിസീവബിൾ. എമൗണ്ട് എഴുതേണ്ടതും ഞാൻ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. ഇനി ഓക്കെ ആണ്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മക്കളെ. ഓക്കെ, ഇനി ഇയാളെ ബുക്കിലോ? അപ്പൊ ഓക്കെ, ഇതില്ല. ഇയാളെ ബുക്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി എഴുതി,
പകരം ബിൽ റിസീവബിൾ അല്ല, ബിൽസ് പേയബിൾ ആണ് നമ്മൾ എഴുതി. ഡിസ്കൗണ്ടിങ്ങിന്റെ എൻട്രി ഇയാളെ ബുക്കിൽ എങ്ങനെയാണ് നമ്മൾ എൻട്രി ചെയ്യുക? എങ്ങനെയാണോ എൻട്രി ചെയ്യുക? നമുക്ക് ആ സിനാരിയോ ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ. ബില്ല് ആരുടെ കയ്യിലാണ് ഉള്ളത്? നമ്മളെ എ അല്ലേ? ബില്ല് എയുടെ കയ്യിലാണ് ഉള്ളത്, ബി വേറെ എവിടെയാ ഉള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇയാള് നമ്മുടെ കണ്ണൂർ, സ്വന്തം കണ്ണൂർ. ഓക്കെ, മേ ബി ഹി ഈസ് ഇൻ ട്രിവാൻഡ്രം. കണ്ണൂരുള്ള ഇയാള് കണ്ണൂരുള്ള ഏതോ ഒരു ബാങ്കിൽ പോയിട്ട് ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു. ഓക്കെ, സോ ഇയാൾക്ക് പൈസ കിട്ടി, ബില്ല് പോയി, ഡിസ്കൗണ്ടിങ് ചാർജസ് കൊടുത്തു. ഇഫക്റ്റ് ഇവിടെ എന്താ ഇഫക്റ്റ്? തിരുവനന്തപുരത്തുള്ള നമ്മളെ ബീന്റെ ബുക്കിൽ എന്ത് ഇഫക്റ്റഡോ? ഇയാളുടെ അടുത്തുള്ള ബില്ല് ഇയാൾ കൊടുക്കുന്ന, ക്യാഷ് ആക്കുന്ന, നോ ഇഷ്യൂസ്. ഇയാൾ ആഫ്റ്റർ 3 months പ്ലസ് മെച്യൂരിറ്റി ഡേറ്റിന് ഇയാൾ എന്ത് കൊടുത്തിരിക്കണം? ക്യാഷ് കൊടുത്തിരിക്കണം. സോ ഇയാളത് ബാങ്കിന്, ഇനിയിപ്പം ബില്ലാരുടെ കയ്യിലുള്ള ബാങ്കിന്റെ അടുത്ത്, അപ്പൊ മെച്യൂരിറ്റി ഡേറ്റിന് ഈ പർട്ടിക്കുലർ ബി എന്ന് പറയുന്ന പേഴ്സൺ ആർക്ക് പേ ചെയ്യണം? ബാങ്കിന് പേ ചെയ്യണം. ഡസന്റ് മാറ്റർ, ഇയാൾ എന്തായാലും എന്ത് ചെയ്യണം? പേ ചെയ്യണം. എപ്പോഴ്? മെച്യൂരിറ്റി ഡേറ്റ്. അപ്പൊ ഈ മെച്യൂരിറ്റി ഡേറ്റിന്റെ അന്ന് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ എൻട്രി വരും. സെയിം എൻട്രി, ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഓക്കെ, അതിന്റെ അർത്ഥം ഡിസ്കൗണ്ടിങ്ങിൽ ആരുടെ ബുക്സിൽ ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ പർച്ചേസറുടെ ബുക്കിൽ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആരുടെ ബുക്കിൽ ഒരു വ്യത്യാസവും ഇല്ല, പർച്ചേസർ ബുക്കിൽ ഒരു വ്യത്യാസവും ഇല്ല. റീസൺ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, ഈ കേസിലാണ് നമുക്കറിയാം ഡ്രോയർ എന്ന് പറഞ്ഞ ആരാ? ബില്ല് എഴുതുന്ന ആൾ, അതാണ് എ, സെല്ലർ. ഡ്രോയി എന്ന് പറഞ്ഞ ആരാളാ? ആരുടെ മുകളിലാണോ ബില്ല് എഴുതുന്നത്, അതാണ് നമ്മുടെ പർച്ചേസർ. പേ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കാണോ പൈസ കൊടുക്കുന്നത്. അപ്പൊ ഈ കേസിൽ പേ ആരാണ്? ഡിസ്കൗണ്ടിങ് ചെയ്ത് ആ ബാങ്ക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ SBI ആണെങ്കിൽ SBI ആയിരിക്കും ഈ കേസിൽ പേ. ഓക്കെ, അപ്പൊ ഇതിൽ വ്യത്യാസമില്ല. ഇതിൽ നമ്മളൊരു പുതിയ എൻട്രി പഠിച്ചു. അപ്പൊ ഡിസ്കൗണ്ടിങ് കഴിഞ്ഞ്, ഡിസ്കൗണ്ടിങ്ങിന്റെ ഒരു പ്രോബ്ലം ബോർഡിൽ കാണാം, കണ്ടല്ലോ. ഓക്കെ, എനിവേ യു സീയിങ് ഇറ്റ് ഓൺ ദ ബോർഡ്, റൈറ്റ്? സോ ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കുന്നില്ല, ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിരിക്കും. On 1st January, P sold goods to Q. P sold goods to Q. അപ്പൊ ആരാണ് നമ്മുടെ? P ആണ് നമ്മുടെ സെല്ലർ ആൻഡ് Q is our buyer. ഓക്കെ, ഒരു പ്രോബ്ലം കിട്ടിയാൽ നിങ്ങളുടെ മനസ്സിൽ കത്തേണ്ട കാര്യമാണ് പറയുന്നത് കേട്ടോ. 3000ന്റെ ബില്ല് എഴുതി. അപ്പൊ ബില്ലിന്റെ എമൗണ്ട് 3000. ഓക്കെ, ആൻഡ് ആഫ്റ്റർ 3 months, മെച്യൂരിറ്റി പീരീഡ് 3 months ആണ്. ഓൺ 4th January, 4th January, അപ്പം 1ന് ബില്ല് കിട്ടി, 4th തന്നെ ഇയാൾ അതവിടെ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്തു, ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്തു. എത്ര പൈസക്ക്? 28.50. അപ്പൊ എത്ര പൈസ ഡിസ്കൗണ്ടിന്? 150 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് ബാക്കി പൈസ ബാങ്ക് കൊടുത്തു. ജേണൽ എൻട്രി വരയാനാണ് നിങ്ങളോട് പറയുന്നത്. അക്കൗണ്ട് നിങ്ങൾ വരഞ്ഞാൽ മതി. സി, ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷനും കാണാം. വെരി സിമ്പിൾ. സെയിലിന്റെ എൻട്രി എഴുതി, ബില്ല് കിട്ടുന്ന എൻട്രി എഴുതി. സി, ഡിസ്കൗണ്ടിങ്ങിന്റെ എൻട്രി നോക്കിയ മക്കളെ, ഇവിടെ ക്യാഷ് എന്നാ കൊടുത്തിരിക്കുന്നത്. ബാങ്ക് ആണെങ്കിൽ ബാങ്ക് ഓർ ക്യാഷ്, അത് നിങ്ങളെ ഇഷ്ടമുള്ള പോലെ എഴുതാം. ചെക്ക് കിട്ടിയതാണെങ്കിൽ നമ്മൾ ബാങ്ക് ആയിട്ട് കാണിക്കുന്നുള്ള രീതിയിലാണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഒന്നിക്ക് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽ റിസീവബിൾ അക്കൗണ്ട്. ഇനി നമ്മുടെ ക്യൂവിന്റെ ബുക്ക് കാണാം ഇപ്പൊ ബോർഡില്, കണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതിലെന്താ എൻട്രി? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു പി ആസ് യൂഷ്വൽ, പി ഈസ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ, അതും ഒരേപോലെ. ലാസ്റ്റ് എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് നോക്കിയ മക്കളെ, ജനുവരി, 3 മാസം എണ്ണിക്കോ. ജനുവരി മുതൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 1ന് 3 months പ്ലസ് 3 days ഗ്രേസ്, അപ്പൊ 4 days കൂടെ. അങ്ങനെയാണ് ഏപ്രിൽ 4. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അത് നിങ്ങൾ ചെയ്യാം. ഞാനത് ബോർഡിൽ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് കോൺസെപ്റ്റ് ഇസ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ എന്താന്ന് വെച്ചാൽ നോക്കിക്കോ. ഓക്കെ, സി, എയുടെ കയ്യിൽ ബില്ല്, എ ഇസ് ദ സെല്ലർ, ബി ബയർ, ബി ആണ് ബില്ല് ഡ്രോയി, ദിസ് ഇസ് ദ ഡ്രോയർ. അപ്പൊ ബില്ല് ഇപ്പൊ ആരുടെ കയ്യിലുള്ള? നമ്മുടെ സ്വന്തം എയുടെ കയ്യിൽ. സോ എക്ക് വേണമെങ്കിൽ
ഇതിനെ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബില്ല് എയുടെ കയ്യിലുള്ള ബില്ല് എക്ക് വേണമെങ്കിൽ ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. ഓക്കെ, അതായത് വൺ പേഴ്സൺ ടു അനദർ എന്ത് ചെയ്യാൻ പറ്റും? ബില്ല് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്ന ഒരു ടേം ആണ് നെഗോസിയേഷൻ. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞ ബില്ലിന്റെ ട്രാൻസ്ഫറബിലിറ്റി, ബില്ല് മാത്രമല്ല ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ ട്രാൻസ്ഫറബിലിറ്റിക്ക് വിളിക്കുന്ന പേരാണ് നെഗോസിയേഷൻ. അതിൽ നമ്മൾ പഠിക്കുന്നതിൽ ഒരു സംഭവം ബില്ല് എന്ന് മാത്രമേ ഉള്ളൂ. സോ എനിത്തിങ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഫുള്ളി ഈ ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെഗോസിയേഷൻ. നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ ബില്ല് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ബില്ല് വെച്ച് പറയുന്നതെന്ന് മാത്രം. സോ നെഗോസിയേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് വാട്ട്? ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഇതിനെയാണ് നെഗോസിയേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ മയക്കുവാണേ. ഇനി ചില ബില്ലിൽ ഇവിടെ ബാൻ ചെയ്തിട്ടുണ്ടാവും നെഗോഷിയബിലിറ്റി. ഓക്കെ, അങ്ങനത്തെ ബില്ലിലാണെങ്കിൽ നമുക്കിത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ചില ബില്ല് എഴുതുമ്പോൾ തന്നെ ഈ ഒരു സാധനം വേവ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലാണ്ട് ഈ ഒരു ഫീച്ചർ വേണ്ടാന്ന് പറഞ്ഞ് അതിൽ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ, അത് ടൈപ്സ് ഓഫ് ബില്ലിൽ നിങ്ങൾ പഠിച്ചാൽ മതി, എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ബില്ല് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ബട്ട് വാട്ട് ഈസ് നെഗോസിയേഷൻ? Negotiation means the process of transferring the credit instrument from one person to another. Okay ആണേ. സോ ഞാൻ ഇത് മയക്കുവാണ്. Now endorsement എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, endorsement എന്ന് പറഞ്ഞാൽ ഇതൊരു ബില്ലാണ്, ഇത് നമ്മുടെ എ ആണ്, ബി കൊടുക്കാനുണ്ട്, എല്ലാം സെയിം എക്സാമ്പിൾ. സോ എന്റെ കയ്യിലെ ബില്ല്, എ പൈസ കൊടുക്കാനുണ്ട് സിക്ക്. സോ എക്ക് ഇതാർക്ക് ട്രാൻസ്ഫർ ചെയ്യണം? സിക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? എ ഓക്കെ ഇതിനകത്ത് സൈൻ ചെയ്യും. നമ്മൾ എന്റെ സിഗ്നേച്ചർ ഇതിലിടും, എ സൈൻ ചെയ്യും. ഈ പ്രോസസ് സൈൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? ഇത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മുടെ സിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ ചെയ്യും. ആര്? എ ആര്? ഡ്രോയർ ബില്ലിൽ സൈൻ ചെയ്യുന്ന ആ ഒരു ആക്ടിനെ വിളിക്കുന്ന പേരാണ് എൻഡോഴ്സ്മെന്റ്. എന്തിനു വേണ്ടിയിട്ടാണ് സൈൻ ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. ദിസ് പ്രോസസ് അല്ലെങ്കിൽ ദിസ് ആക്ട് ഇസ് നോൺ ആസ് എൻഡോഴ്സ്മെന്റ്. ഇനി എവിടെ സൈൻ ചെയ്യും? ബില്ല് നേരെ തിരിച്ചിടും, ബില്ലിന്റെ ബാക്ക് സൈഡിലാണ് സൈൻ ചെയ്യുക. ഓക്കെ, ബില്ലിന്റെ ബാക്ക് സൈഡിൽ ഡ്രോയർ സൈൻ ചെയ്യുന്നു for the purpose of transferability. This act is known as endorsement. Clear ആണ്? ഓക്കെ, ഇനി എൻഡോഴ്സ്മെന്റ് എന്ന് വരുമ്പം ഇവിടെ പുതിയൊരാൾ വരും, വേറൊരു പാർട്ടി വരും. അപ്പൊ പുതിയൊരാൾ വന്നു എന്ന് പറഞ്ഞു, സി. ഇനി രണ്ട് പേര് പഠിച്ചോ. വൺ ഇസ് എൻഡോസർ, എൻഡോസി. ഓക്കെ, എൻഡോസർ ആൻഡ് എൻഡോസി. എൻഡോസിക്ക് 6 വേണം കേട്ടോ. ഓക്കെ, എൻഡോസർ ആൻഡ് എൻഡോസി. എൻഡോസർ എന്ന് പറഞ്ഞാൽ എ. ആരാണോ ബില്ല് എൻഡോസ് ചെയ്ത് കൊടുക്കുന്നത്, സൈൻ ചെയ്ത് കൊടുക്കുന്നത്, അയാളെ വിളിക്കും എൻഡോസർ. ഈ കേസിലാണെങ്കിൽ എ. ആർക്കാണോ ബില്ല് എൻഡോസ് ചെയ്ത് കൊടുത്തത് അയാളെ വിളിക്കും എൻഡോസി. സോ ഇതും കൂടെ ഓർമ്മിക്കണം. ഓക്കെ, അപ്പൊ എൻഡോഴ്സ്മെന്റിലുള്ള ഏകദേശം ക്ലിയർ ആയി. ഇനി നമുക്ക് അതിനകത്തുള്ള ജേണൽ എൻട്രി പഠിക്കണം. ഓക്കെ, അപ്പൊ ജേണൽ എൻട്രിന്റെ ഓർഡർ സെയിം തന്നെ. ബി അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ ഫസ്റ്റ് എൻട്രി. പിന്നെ സെയിൽ നടന്ന് ബില്ല് കിട്ടുമ്പോൾ ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബി. പിന്നെയോ ക്യാഷ് കിട്ടുന്ന എൻട്രി ആണ്, ബട്ട് ക്യാഷ് കിട്ടുന്നില്ല. ഡിസ്കൗണ്ട് ചെയ്യുന്ന എൻട്രി എഴുതാം, ബട്ട് ഡിസ്കൗണ്ട് ചെയ്യുന്നുമില്ല. പകരം ബില്ല് എന്താ ചെയ്യുന്നത്? ബില്ല് എൻഡോസ് ചെയ്ത് കൊടുക്കുന്നു. സോ എൻഡോസ് ചെയ്യുമ്പോൾ എൻട്രി, ബില്ല് എൻഡോസ് ചെയ്യുന്നു, ബില്ല് പോയി, ബില്ല് എൻ്റെ അടിക്കുന്നത്. ആരുടെ ബുക്കാ? നമ്മുടെ സ്വന്തം ഏന്റെ ബുക്ക്. ഓക്കെ, അപ്പൊ ഏന്റെ ബുക്കില് ബില്ല് പോയി, എൻഡോസ് ചെയ്യുമ്പോൾ ബില്ല് ക്യാൻസൽ ആയി, ബില്ലില്ല. ബില്ലിപ്പാര കൊണ്ടുപോയി? സി കൊണ്ടുപോയി. ബില്ലിപ്പാര കയ്യിലുള്ള സീല്. അപ്പൊ ഏന്റെ ബുക്കിൽ നിന്ന് ബില്ല് പോകണം. ബില്ലൊരു അസറ്റിന് ഡെബിറ്റ് ബാലൻസ്, അതില്ലാണ്ടാവണ്ടെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്. സോ എൻട്രിയില് ക്രെഡിറ്റിൽ ഓക്കെ ആയി,
പിന്നെ ഈ ബില്ല് ആർക്ക് കൊടുക്കുന്നു? പുതിയൊരാൾ എൻ്റെ അക്കൗണ്ടിലോട്ട് കടന്നു വരികയാണ്, അതാണ് നമ്മുടെ സി. സോ എൻട്രി ഈസ് C's account debtor to bill receivable. Clear അല്ലേ? So endorse account debtor to bill receivable. Entry is endorse account debtor to bill receivable. അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചോ, endorse account debtor to bill receivable. Clear ആണ്? അപ്പൊ എൻഡോഴ്സ്മെന്റിന്റെ എൻട്രി എന്റെ ബുക്കിൽ കഴിഞ്ഞു. ഇനി നമ്മുടെ ബിന്റെ ബുക്ക് നോക്കാം. ബി ആരാ? നമ്മളെ ബയർ. ബിന്റെ ബുക്ക്, ബിന്റെ ബുക്കിൽ പർച്ചേസിന്റെ എൻട്രി ആദ്യം അല്ലെ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു എ. ഓക്കെ, അടുത്തത് എ അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ. ഇനിയോ എൻഡോഴ്സ്മെന്റിന്റെ എൻട്രിയാ വരേണ്ടത്. എൻഡോഴ്സ് ചെയ്യുന്നത് എയും സിയും തമ്മിലാണ്. ബിക്ക് അറിയുന്നേയില്ല ബില്ലാരെ കയ്യിലാണ്. ബി എന്ത് ചെയ്താൽ മതി? മെച്യൂരിറ്റി ഡേറ്റിന് ആർക്ക് കൊടുത്താൽ മതി? പൈസ കൊടുത്താൽ മതി. അത് ആർക്ക് കൊടുത്താലും പ്രശ്നമില്ല. അതിന്റെ അർത്ഥം ബിന്റെ ബുക്കിൽ ഒരു ഇഫക്റ്റും ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി നോക്കാം. ക്യാഷ് കൊടുക്കുന്ന എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. ക്യാഷ് എന്ന് വരുന്നിടത്ത് ബാങ്ക് എന്ന് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് ഓർമ്മിക്കാം. സോ ഇതാണ് നമ്മുടെ എൻട്രി. എൻട്രിയിൽ ഒരു മാറ്റവും ഇല്ല ബിന്റെ ബുക്കിൽ. ബിക്കോസ് ദിസ് ട്രാൻസാക്ഷൻ ഇസ് ബിറ്റ്വീൻ എ ആൻഡ് സി. ബി അറിയുന്നില്ല. ബി എന്ത് ചെയ്താൽ മതി? മെച്യൂരിറ്റി ഡേറ്റിന് ബില്ലിന്റെ പൈസ ആർക്കാണോ പേ അവർക്ക് കൊടുക്കുക. ക്ലിയർ ആണ്? ഇനി നമുക്ക് നമ്മുടെ എൻഡോസി, അതായത് സിന്റെ ബുക്കിൽ എന്താ എൻട്രി വരിക നോക്കാം. ബുക്സ് ഓഫ് സി. ഓക്കെ, സിന്റെ ബുക്കിലുള്ള എൻട്രി. ഓക്കെ, സീന്റെ ബുക്കിൽ വേറെ ഒരു എൻട്രി നമ്മൾ കാണിക്കൂല. സീന്റെ ബുക്കിൽ വേറെ കുറെ ട്രാൻസാക്ഷൻ ഉണ്ടാവും. ബട്ട് നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് എന്ത് മാത്രമേ അറിയൂ? എൻഡോഴ്സ്മെന്റിന്റെ കേസ് മാത്രമേ അറിയൂ. സോ എൻഡോഴ്സ്മെന്റിന്റെ ടൈമില് എൻഡോസിന്റെ ബുക്കിലുള്ള എൻട്രി ഇതിനെ നേരെ തിരിച്ചിടണം. ഓക്കെ, ഇതിനെ നേരെ തിരിച്ചിടണം. ഓക്കെ, സോ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സിക്ക് ബില്ല് ഏൻ്റെ എടുക്കേന്ന് കിട്ടി. സോ ദിസ് ഇസ് ബിൽ റിസീവബിൾ. കിട്ടാനുള്ള ബില്ലല്ലേ? ഏൻ്റെ എടുക്കുന്ന ബില്ലാ കിട്ടിയത്. അപ്പം മെച്യൂരിറ്റി ടൈമിൽ പൈസ കിട്ടണം. സോ ദിസ് ഇസ് ബിൽ റിസീവബിൾ. സോ സിന്റെ ബുക്കിൽ എൻട്രി വരും ബിൽ റിസീവബിൾ. പുതിയൊരു അസറ്റ്, സിന്റെ കയ്യിൽ പുതിയൊരു ബില്ല് വന്നു. ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ആരെടുത്തുനിന്ന് കിട്ടി? ടു എ അക്കൗണ്ട്. ഇതാണ് എൻട്രി. ഇനി ഇതിനെ നമ്മൾ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു എൻഡോസർ. ഇതാണ് എൻഡോഴ്സ്മെന്റിന്റെ സമയത്ത് എൻഡോസിന്റെ ബുക്കിലുള്ള എൻട്രി. ആൻഡ് ഇത് ആരുടെ ബുക്ക്? എൻഡോസർ. ഓക്കെ, അപ്പം ആരുടെ ബുക്കിൽ ഇഫക്റ്റ് വരുന്നില്ല? ബയറിന്റെ ബുക്കിൽ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഓർമ്മിക്കാം. സോ എൻഡോസി അക്കൗണ്ട് ഡെറ്റർ ടു ബിൽ റിസീവബിൾ ആൻഡ് ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു എൻഡോസർ. അപ്പൊ നമ്മുടെ ഏത് ടോപ്പിക് അവിടെ കഴിഞ്ഞ്? എൻഡോഴ്സ്മെന്റ് കഴിഞ്ഞ്. ഇനി അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞി പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ അവിടെ ബോർഡിൽ കാണുന്നുണ്ട്. ഓൺ ജൂൺ 95 കാണാം, നിങ്ങളത് 2015 ആക്കുക. ഓക്കെ, on 1st June 2015 R sold goods worth rupees 5500 to S. R ആണ് നമ്മുടെ സെല്ലർ, S is our buyer. ഓക്കെ, പിന്നെ S drew a bill for 2 months. ഇവിടെ മെച്യൂരിറ്റി 2 months plus 3 days ആണ്. 2 months plus 3 days. On getting the bill accepted, R endorsed it to T. So R ഇത് T എന്ന് പറയുന്ന ഒരു പുതിയ ആൾക്ക് എൻഡോസ് ചെയ്ത് കൊടുത്തു. T എന്ന് പറയുന്നത് അയാൾ പൈസ കൊടുക്കാനുള്ള അയാളുടെ ക്രെഡിറ്റർ ആണ്. ബിൽ ഇസ് മെറ്റ് ഓൺ ഡ്യൂ ഡേറ്റ്. ബില്ല് ഡ്യൂ ഡേറ്റിൽ മെറ്റ് ചെയ്തു. ഗിവ് ദി ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കളെ. R സെയിൽ നടത്തി, എസിന് എൻട്രി ഓക്കെ 5500, പകരം ബില്ല് കിട്ടി. ഇതേ കേസിൽ നമ്മുടെ എസിന്റെ ബുക്കിൽ പർച്ചേസ് ചെയ്തു, ആറിന്റെ അടുക്കേന്ന് ബില്ല് കൊടുക്കാനുണ്ട്. ക്ലിയർ ആണ്? ഇനി നമ്മൾ അടുത്തത് എൻഡോഴ്സ്മെന്റ് എന്നുള്ള പ്രോസസ്സാണ് വരുന്നത്. അത് നമ്മൾ ആരും തമ്മിലാ? ആറും ടിയും തമ്മിൽ. സോ എസിൽ ഒരു എൻട്രീസും വേണ്ട. സോ എൻഡോസ് ഇതിന്റെ ബുക്കിൽ എന്ത് വരും? ബില്ല് പോവും. സോ ബില്ല് താഴെ വരും, പകരം പുതിയൊരാൾ വരും. ആര് വരും? ടി വരും. ഓക്കെ,
എമൗണ്ട് 5500. ഇനി ഇയാളുടെ ബുക്കിൽ പുതിയൊരു അസറ്റ് വരും. ഇവിടുന്ന് ഇല്ലാണ്ടായ ബില്ല് നേരെ എങ്ങോട്ട് പോകും? ഇവിടെ പോവും. പകരം പുതിയൊരു ആള് വന്നു. ക്ലിയർ ആണ്? സോ അതും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് എന്താ പറയുന്നത്? ബില്ല് മെച്യൂരിറ്റി ഡേറ്റിന് മീറ്റ് ചെയ്തു. സോ ഇതൊക്കെ 1 ജൂണിന് നടക്കുന്ന സംഭവങ്ങളാണ്. സോ നമ്മുടെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2 മാസമാണ്. അപ്പൊ ജൂൺ കഴിഞ്ഞ് ജൂലൈയിൽ ഓഗസ്റ്റ് 1 അല്ലെ? ജൂൺ 1 അപ്പൊ ഓഗസ്റ്റ് 1 പ്ലസ് 3 ഡേയ്സ്, അതായത് ഓഗസ്റ്റ് 4. അപ്പൊ ഓഗസ്റ്റ് 4 ആരുടെ ബുക്കിൽ എൻട്രി വരും? ഇയാളുടെ ബുക്കിൽ എൻട്രി വരും. ക്യാഷ് കൊടുത്തു. അപ്പൊ ക്യാഷ് കൊടുത്തതിന്റെ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 5500. ആർക്കാണ് ക്യാഷ് കിട്ടിയത്? ഇയാൾക്കാണോ ഇയാൾക്കാണോ? ഇയാൾക്ക്. അപ്പൊ ഇയാളുടെ ബുക്കിൽ ക്യാഷ് കിട്ടുന്ന എൻട്രി കാണിക്കണം. സോ ക്യാഷ് വരുന്നു, പകരം ഈ ബില്ല് എന്താവുന്നു? ഈ ബില്ല് കൊടുത്തിട്ടല്ലേ അയാൾ ക്യാഷ് വാങ്ങുന്നത്. സോ ദിസ് ഇസ് എ ഫൈനൽ എൻട്രി. എമൗണ്ട് 5500. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ എൻഡോഴ്സ്മെന്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, സി നെക്സ്റ്റ് ഇസ് റിട്ടയറിംഗ് ദ ബിൽ. ഓക്കെ, 1 മിനിറ്റ്. ഇത് ഞാൻ മയക്കുവാണ്. Okay, see, retiring the bill. Okay, retiring the bill. പേര് കേൾക്കുമ്പോൾ വലിയ ഒരു എഫക്റ്റ് ഒന്നുമില്ല. റിട്ടയർമെന്റ് ഇതെന്താ ബില്ല് ഇല്ലാണ്ടാകുകയാണോ അങ്ങനെയല്ലേ നിങ്ങളെ മനസ്സിൽ വരുന്നത് അല്ലേ? ഓക്കെ, റിട്ടയറിംഗ് ദ ബിൽ എന്ന് പറഞ്ഞാൽ ഞാനിത് പഠിക്കുമ്പോൾ എനിക്ക് ആദ്യം വിചാരിച്ചു ഇതെന്ത് ഇങ്ങനെ ഒരു പേര്. ഓക്കെ, എനിവേ നമുക്ക് അതും കൂടെ അനലൈസ് ചെയ്യാം. റിട്ടയറിംഗ് ദ ബിൽ എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ഡേറ്റ് എത്തുന്നതിനേക്കാൾ മുന്നേ, മെച്യൂരിറ്റി ഡേറ്റ് ഇപ്പൊ 3 months ആണെങ്കിൽ 3 months മുന്നേ നമ്മുടെ ബയർ ക്യാഷ് ബില്ലിന്റെ പൈസ കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിട്ടയറിംഗ് ദ ബിൽ. ഓക്കെ, ആക്സെപ്റ്റർ, അതാരാണ് ഈ ആക്സെപ്റ്റർ? നമ്മുടെ ബയർ അല്ലെ? ആക്സെപ്റ്റർ ക്യാൻ പേ ദി എമൗണ്ട് ഓഫ് ബിൽ ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിന് മുന്നേ ആർക്ക് പേ ചെയ്യാം? നമ്മുടെ ബയറിന് പേ ചെയ്യാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്ടയറിംഗ് ദ ബിൽ. ദ പ്രോസസ് ഓഫ് പേയിങ് ദി എമൗണ്ട് ഓഫ് ബിൽ ബിഫോർ ദി മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഇസ് കോൾഡ് റിട്ടയറിംഗ് ദ ബിൽ. അതായത് ഏർലി പേയ്മെന്റ് അല്ലെ? മെച്യൂരിറ്റിക്ക് മുന്നേ പൈസ അടക്കുന്നു. അപ്പൊ ഇതിന്റെ വേർഡ് ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് തോന്നി അതെന്താ അങ്ങനെ വിളിക്കുന്നത്? ബിക്കോസ് റിട്ടയർ ചെയ്യാന്ന് പറഞ്ഞ ഒരു ഏജ് എത്തിയിട്ടല്ലേ, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ പോയി. നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും അല്ലേ? ബട്ട് എനിവേ പേരിതാണ് റിട്ടയറിങ്. മേ ബി അത് ആദ്യം തന്നെ ബില്ലങ്ങ് ഇല്ലാണ്ടായി റിട്ടയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ടായിരിക്കും അതിനങ്ങനെ പേര് വന്നത്. എനിവേ എനിക്കിപ്പോഴും അതിൻ്റെ പേരിനോട് ഭയങ്കര പ്രശ്നം. ഓക്കെ, ഏർലി പേയ്മെന്റ്. ഓക്കെ, ഏർലി പേയ്മെന്റ്, പ്രോസസ് ഓഫ് പേയിങ് ദ ബിൽ ബിഫോർ ദി മെച്യൂരിറ്റി ഡേറ്റ്. ആര് പേ ചെയ്യും? ഇയാൾ പേ ചെയ്യും. ആർക്ക് പേ ചെയ്യും? ഇയാൾക്ക് പേ ചെയ്യും. ഓക്കെ, ഏർലി പേയ്മെന്റ്. ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 3 മാസം കഴിഞ്ഞിട്ടേ കിട്ടുന്നുള്ള പൈസ ഇയാൾക്ക് കിട്ടി, ഇയാൾ മുമ്പേ കൊടുത്ത്. അപ്പൊ ഇയാൾ എന്തായി? സന്തോഷിച്ചിട്ട് ഇയാൾ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കൂലേ? ഇപ്പം ബില്ലിന്റെ എമൗണ്ട് 10,000 രൂപയാണെങ്കിൽ അപ്പം ഇയാൾക്ക് സന്തോഷമായി. 3 months കഴിഞ്ഞ് അല്ലെങ്കിൽ എത്രയോ മന്ത് കഴിഞ്ഞ് കിട്ടേണ്ട പൈസ ഇമ്മീഡിയറ്റ്ലി കിട്ടുകയാണ്. സോ ഈ സമയം ഇയാൾക്ക് കുറച്ച് എന്തെങ്കിലും ഇത്ര തരണ്ടടാ, എസ്സിനോട് പറയും ഓക്കെ നീ ഇത്ര തരണ്ട, കുറച്ച് തന്നേന്നൊക്കെ പറയില്ലേ? സോ അതിന്റെ എൻട്രി ആണ് നമ്മൾ, അതായത് റിട്ടയറിംഗിന്റെ സമയത്തുള്ള എൻട്രീസ് ആണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് എൻട്രീസ് നോക്കാം. ഇയാൾക്ക് ക്യാഷ് കിട്ടും അല്ലേ? പകരം ഇയാളെടുത്തുനിന്ന് എന്ത് പോവും? ബില്ല് പോവും. ബില്ലിന്റെ എമൗണ്ട് 10,000 ആണ്. അപ്പൊ ഇയാൾ സന്തോഷിച്ചിട്ട് പറയും 9,500 തന്നാ മതി, 500 രൂപ നീ തരണ്ട, അത് നിനക്ക് ഡിസ്കൗണ്ട് കുറച്ച് തരാം. അതിന് നമ്മൾ കറണ്ട് പോയി മക്കളെ, എനിക്കറിയില്ല ക്ലാരിറ്റീനെ പറ്റി. ഓക്കെ, സോ അവിടെ നമ്മൾ എഴുതും റിബേറ്റ് അക്കൗണ്ട് ഡെറ്റർ. റിബേറ്റ്. ഓക്കെ, ഡിസ്കൗണ്ട് എന്നല്ല എഴുതുക, റിബേറ്റ് എന്ന് എഴുതും. അഥവാ മുൻപേ ഏർലി പേ ചെയ്യുമ്പം എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻട്രി ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഇയാളെ ബുക്കായി. ഇനി ഇയാളെ കേസിലോ, ഇയാള് പേയ്മെന്റ് ചെയ്യുമ്പോൾ ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു
ക്യാഷ് എന്നാണ് എൻട്രി അല്ലെ, ക്യാഷ് പോണം. ബില്ലിന്റെ എമൗണ്ട് എത്രയാ? നമ്മുടെ 10,000. എത്ര ഇയാൾ കൊടുക്കണ്ടു? 9,500. സോ ഇവിടെ ഇയാൾ എന്തെഴുതും? ഒരു 500 രൂപേന്റെ വ്യത്യാസം ഉണ്ടല്ലോ, അതിനെ ഇയാൾ അടുത്തേക്ക് കൊണ്ട് എഴുതണം റിബേറ്റ്. സോ ദിസ് ഇസ് ദി എൻട്രി ഫോർ റിട്ടയറിംഗ് ഓഫ് ബിൽ. റിട്ടയർ ചെയ്യുമ്പം നമുക്ക് അധികം ഒരു ഡിസ്കൗണ്ട് കിട്ടും. ഡിസ്കൗണ്ട് കിട്ടുമ്പം ഡിസ്കൗണ്ട് എന്നല്ല, നമ്മളിവിടെ റിബേറ്റ് എന്നുള്ള പേരിലാണ് എഴുതുക. ഓക്കെ അല്ലേ? സോ ദിസ് ഇസ് റിട്ടയറിംഗ് ഓഫ് ബിൽ. അതിന്റെ പ്രോബ്ലം ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഒരു ബോർഡിൽ ഒരു ക്വസ്റ്റ്യനും അതിന്റെ സൊല്യൂഷനും കാണാം. ഡേറ്റ് 95 മക്കളെ. ഞാൻ 2000 പിന്നെ +2 ചെയ്ത ആളാണ്. ദിസ് ഇസ് മൈ +2 ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പോൾ ഓൺ 15th ജൂൺ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം, അതിന്റെ സൊല്യൂഷനും കാണാം, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, റിബേറ്റിന്റെ കാൽക്കുലേഷൻ ഒക്കെ ചിലപ്പം ചില കേസസിൽ പ്രോബ്ലം വരുമോ എന്നറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. എൻ്റെ മെയിൽ ID തരും, എനിക്കത് മെയിൽ ചെയ്തെന്നാൽ ഞാനത് ചെയ്തു തരാം. ഓക്കെ, സോ എനിവേ ഞാനിപ്പോൾ അത് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് എന്താണെന്ന് പറയാം. ഇപ്പോൾ അല്ല, എനിക്കൊരു പോയിന്റും കൂടെ പറയാനുണ്ട്. ഡിസോണറിങ് ഓഫ് ബില്ലാണ്. ഓക്കെ, ഡിസോണറിങ് ഓഫ് ബിൽ. ഡിസോണറിങ് ഓഫ് ബിൽ, ഇതാണ് നമുക്ക് ഇനി അടുത്ത ടോപ്പിക്ക്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അത് കുറച്ചുണ്ട്. നിങ്ങൾക്ക് ഈ എൻട്രി ഒക്കെ തറവായിരുന്നാൽ മാത്രമേ ഇത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റൂ, ഡിസോണറിങ്. ഓക്കെ, അതിനേക്കാൾ മുന്നേ ഞാൻ അന്ന് സ്കിപ്പ് ചെയ്ത ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. ബില്ലില്ലേ, ബില്ല് ആരാ എഴുതുക? ഡ്രോയർ. ഡ്രോയർ എഴുതി കഴിഞ്ഞാൽ ഇതിൽ സൈൻ ചെയ്ത് കൊടുക്കുന്ന ആരാ? ഡ്രോയി അല്ലേ? ഇത് സൈൻ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാലേ ഇതിന്റെ പേര് ബില്ല് എന്നാവുള്ളൂ. ഇതിൽ സൈൻ ചെയ്യുന്നവരെ ഈ ബില്ലിനെ നമ്മൾ ഡ്രാഫ്റ്റ് എന്നാണ് വിളിക്കുക. എൻ്റെ അടുത്ത് അവിടെ പറയാൻ മറന്നു പോയതാണ്. സോ ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്നത് വരെ, ഡ്രോയി ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്നത് വരെ ബില്ലിന്റെ പേര് ഡ്രാഫ്റ്റ് എന്നാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസോണറിങ് ഓഫ് ബില്ല് പഠിക്കാം.